കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ നടക്കുന്നതിനിടെ സമസ്തയുടെ വേദിയിലെത്തി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മലപ്പുറം പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിലാണ് രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായി എത്തിയത്. സാദിഖ് അലി ശിഹാബ് തങ്ങളായും പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും തനിക്കൊപ്പമുണ്ടെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം മന്നം ജയന്തി സമ്മേളന വേദിയിൽ എത്തിയതിന് പിന്നാലെയാണ് സമസ്തയുടെ വേദിയിലും ചെന്നിത്തല എത്തിയത്. മലപ്പുറം പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിലാണ് രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായത്. ഉദ്ഘാടനത്തിന് മുമ്പ് ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായും രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. KMCC നേതാവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ചർച്ച. മുസ്ലിം ലീഗുമായി ഏറ്റവും നല്ല ബന്ധമാണുള്ളത്, അതൊരു കാരണവശാലും ഇല്ലാതാകില്ലെന്ന് രമേശ് ചെന്നിത്തല. ലീഗുമായി രാഷ്ട്രീയ രംഗത്ത് ഞാൻ ഉള്ളിടത്തോളം കാലം ഒരകൽച്ച എനിക്കുണ്ടായിട്ടില്ല. ശിഹാബ് തങ്ങളുടെ കാലം മുതൽ ഇതുവരെ സാദിഖ് അലി തങ്ങളുടെ കാലം വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ബന്ധം ആണ് എനിക്കുള്ളത്. അതൊരിക്കലും ആ ബന്ധം ഇല്ലാതാകില്ല. ആ ബന്ധം സുദൃഢമായി തന്നെ മുന്നോട്ട് പോകും. പാണക്കാട് തങ്ങൾമാരെയും മുസ്ലിം ലീഗിനെയും ആവോളം പുകഴ്ത്തി ഉദ്ഘാടന പ്രസംഗം. മഹാനായ പാണക്കാട് തങ്ങന്മാരെന്നും മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും വേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ്. ഇസ്ലാം മത ആചാരക്രമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവർ. അതേസമയം ഇതര സമുദായങ്ങളുമായി ഇതര വിശ്വാസികളുമായും നല്ല ബന്ധം സ്ഥാപിക്കുന്ന ചരിത്രമാണ് പാണക്കാട് തങ്ങന്മാർക്ക് എന്നും ഉണ്ടായിട്ടുള്ളത്. അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും പാണക്കാട് തങ്ങന്മാരുടെയും മഹനീയമായ ചരിത്രം. ഷെയ്ദ് ബാഫക്കി തങ്ങളുടെയും PMSA പൂക്കോയ തങ്ങളുടെയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഹൈദർലാലി തങ്ങളുടെയും പാണക്കാട് സാദിഖ് അലി തങ്ങളും ഉയർത്തിപ്പിടിക്കുന്നത് ആ മഹത്തായ സന്ദേശമാണ്. ഈ മാസം 11 നടക്കുന്ന SKSSF പരിപാടിയിലും രമേശ് ചെന്നിത്തല ഉദ്ഘാടകനാണ്. ന്യൂസ് മലയാളം, മലപ്പുറം.